നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. അഫാനെ ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. ഇന്നലെയും തെളിവെടുപ്പ് നടന്നിരുന്നു. അതിനെ തുടർന്ന് തെളിവെടുപ്പ് എന്നോണം ഇന്നും തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അഫാനെ എത്തിക്കും. അതിനുശേഷം കോടതി നടപടികൾ കഴിഞ്ഞ് വീണ്ടും അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഈ നിമിഷത്തിൽ അഫാൻ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റികൾ, അതായത് ചുറ്റിക വാങ്ങാൻ പോയ കട, അവിടേക്കാണ് അഫാൻ എത്തിയിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം സത്യത്തിൽ ഈ ഒരു അഫാൻ വീട്ടിലേക്ക് വരുമ്പോൾ വാർത്തകൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് ആ വീട്ടിലേക്ക് കയറാനൊന്ന് മടിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഉന്തിത്തള്ളി അയാൾ അകത്തേക്ക് കയറ്റുകയായിരുന്നു എന്ന് പറയുന്നു. 10 മിനിറ്റോളം ആ ഉമ്മാന്റെ വീട്ടിൽ തെളിവെടുപ്പ്, അതിനുശേഷം 3/4 മണിക്കൂറോളം സ്വന്തം വീട്ടിലെ തെളിവെടുപ്പ്. എങ്ങനെയായിരുന്നു ഒരു അഫാന്റെ ഒരു ശാരീരിക ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യാൻ പോയ നിലയിൽ? അഫാൻ ഇപ്പം പറയുന്നത് പോലെ മടിച്ചു നിന്നു അല്ലെങ്കിൽ ഒരു ഭയപ്പാടുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണെങ്കിലും അഫാന്റെ ആ ഒരു രീതികളാണെങ്കിലും ഒക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന് വേണ്ടി, തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് വെച്ചാൽ, ഇത്ര വലിയൊരു കൊലപാതകം ചെയ്തിട്ട് കുടുംബത്തിലെ 4-5 പേരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അതിൽ ഒരുപാട് പേര് മരിച്ചു, ഉമ്മ ഇപ്പോൾ ചികിത്സയിലാണ്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് പോലും അഫാന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷണമാണ്. മീൻ വേണം, മീൻകറി വേണം, പൊറോട്ട വേണം, ചിക്കൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മളാണോ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു ചോദ്യം വരുന്നത്. അതായത് പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ അഫാന്റെ അല്ലെങ്കിൽ ഈ അഫാന്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുന്നുണ്ട് എന്നും പറയാൻ കേട്ടോ. കാരണം ഈ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ പൊറോട്ടയും ചിക്കനും മാത്രമേ കഴിക്കാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കൃത്യമായി വാങ്ങിക്കൊണ്ട് കൊടുക്കുക ചെയ്തിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ. ഇത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒന്നാമത്തെ കാര്യം അഫാൻ പോലീസുകാരോട് സഹകരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ പോലീസുകാരനെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ പോലും അഫാന്റെ ഈ ഒരു രീതി ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പം ഇദ്ദേഹം അറസ്റ്റിലാണ് എന്നുള്ള ഒരു ബോധ്യം പോലും അഫാന് വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവിടെ എത്തിയപ്പോ ആളുകളൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ ആളുകളൊക്കെ വന്നിരിക്കുന്നത് ഇത്ര വലിയ കൊല ചെയ്തിട്ടുള്ള ഒരു കുറ്റവാളിയെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ല. അപ്പോഴും യാതൊന്നും സംഭവിക്കാത്ത ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന രീതിയിൽ തന്നെയാണ് അഫാൻ അവിടെ എത്തിയത്. പ്രതിഷേധങ്ങളൊന്നുമില്ലായിരുന്നു. പ്രതിഷേധങ്ങൾ, ആളുകൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ അഫാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കേസിന്റെ ഞെട്ടല് നാട്ടുകാർക്ക് മാറിയിട്ടില്ല. നമ്മൾ ആ ഞെട്ടലൊക്കെ മാറി പിന്നെ അതിനെ എതിരെ സംസാരിക്കാനും അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നോർമലി ഈ പ്രതിഷേധങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഈ അഫാനെ കാണുമ്പം ആളുകള് മനുഷ്യനല്ല, ഇതെന്താ സംഭവം എന്നറിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രമാത്രം ഒരു സഹതാപ തരംഗവും കൂടി അഫാനും മുന്നിൽ വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ദൃശ്യങ്ങളും പുറത്തു വന്നപ്പോൾ അതിന്റെ താഴത്തെ കുറച്ച് കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പൊന്നുമോൻ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് ദുഃഖിക്കുന്നുണ്ടാകും, എന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്തേന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ടാകും, അവന്റെ മുഖം കണ്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞ ഒരു സഹതാപ തരംഗം കൂടി മറുവശത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ സഹതാപം വന്നവർക്ക് അറിയാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് അഫാൻ പുതിയ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പുതിയ വിവരങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത് ഈ അഫാന്റെ ഉമ്മ മരിച്ചു എന്ന് കരുതി അഫാൻ ബാക്കി കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, ഈ ഉമ്മയെ ഉപദ്രവിച്ച് ഉമ്മയെ വീട്ടിൽ അടച്ചിട്ട് ഉമ്മയെ കൊന്നതിന് ശേഷം തിരിച്ചു വന്ന് ഈ ഉമ്മയെ വീണ്ടും അഫാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഈ ഉമ്മ അവിടെ കിടന്ന് കരയാണ്, നിലത്ത് കിടന്ന് കരയാണ്. അങ്ങനെ കരയുന്ന ഉമ്മയെ വീണ്ടും ഈ ആയുധം കൊണ്ട് വീണ്ടും തലക്കടിച്ച് കൊന്നു എന്ന് കരുതിയാണ് അഫാൻ ഇറങ്ങുന്നത്. പക്ഷെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ഒരു രീതിയാണ് അഫാനിൽ ഉണ്ടായത്. അപ്പം ഇത്തരത്തിൽ, അതായത് ഒരു മനുഷ്യനെ കൊന്നു ആ മനുഷ്യൻ മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും കൊന്നൊരു കുട്ടി, അതും സ്വന്തം ഉമ്മയാണ് എന്ന് ഓർക്കണം. അങ്ങനെ ചെയ്തൊരു കുട്ടിക്ക് ഇപ്പൊ കുറ്റബോധം ഉണ്ട് എന്ന് പറയുന്നതിലും അതിലൊരു സഹതാപം ഉണ്ടാക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അപ്പം അഫാനോട് ആ ഒരു സഹതാപത്തിന്റെ കാര്യം എന്തായാലും വേണ്ട എന്നുള്ളതാണ്. എന്ത് ഘട്ടത്തിലായിരുന്നാലും ഇല്ല, എന്ത് വന്നോട്ടെ, എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ആ ഇളയ മകൻ അവൻ എന്താണ് ചെയ്തത്? അവൻ ഈ ജ്യേഷ്ഠനെ സ്നേഹിച്ചു പോയതാണ് ഏറ്റവും വലിയ തെറ്റ്. അവനെയും ക്രൂരമായി കൊല്ലുന്നു, അവന്റെ കണ്ണ് പോലും തെറിച്ചു പോകുന്ന സാഹചര്യം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ എന്ത് കണ്ടിട്ടാണ് ഈ നാട്ടുകാർ, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നമ്മുടെ ഈ പൊതുജനത്തിൽ പലരും, എല്ലാവരും എന്ന് പറയുന്നില്ല, ചിലരെങ്കിലും അഫാനെ സംരക്ഷിക്കുന്നില്ല, അഫാനെ അത്തരത്തിലൊരു കമന്റുകൾ പറയുന്നതെന്ന് മനസ്സിലാവുന്നത് വ്യക്തമാകുന്നില്ല. മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഈ തട്ടത്തുമലയുടെ വീട്ടിൽ നിന്നും അഫാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ നിന്നും പറയുന്നത്, തട്ടത്തുമലയുടെ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ പ്രമാണം അടക്കം പണയം വെച്ചു, ഷെമി പണയം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു.
ഒപ്പം 30 പവന്റെ സ്വർണം വാങ്ങി എന്ന് പറയുന്നു. ഒപ്പം അതുപോലെ തന്നെ ഈ റഹീമിന് 5 ലക്ഷം രൂപ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ യാതൊരുവിധ ബാങ്ക് അക്കൗണ്ടും ഇല്ല, റഹീമിന് അത് ലഭിച്ചിട്ടുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ചില ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ചില നിഗൂഢതകൾ കൂടി ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്. അതുണ്ട്. ഇതിലിപ്പം പറഞ്ഞതിൽ പ്രധാനപ്പെട്ടത് ഈ ഉമ്മുമ്മയുടെ വസ്തുവാണ്. ഇവിടെ 2 വീടുകളുണ്ട്. ഒരു സാധാരണഗതിയിലുള്ള ഒരു കുഞ്ഞു വീടും അതിന്റെ മുന്നിലായിട്ട് പള്ളി വക ഈ ഉപ്പുപ്പ ഈ പള്ളിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഉപ്പയുടെ ഓർമ്മകളും കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിന് പള്ളിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിൽ ഒരു കുഞ്ഞു വീട് ഇവർക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു. അതിനുശേഷം ഈ ഉമ്മ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇവരുടെ മറ്റു മക്കളും കുടുംബമൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഡെയിലി വന്നും പോകും, ഫുഡ് കൊണ്ടു കൊടുക്കും. ആ ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും ഈ ഉമ്മുമ്മ ജീവിച്ചത് ഈ പുതിയ വീട്ടിൽ താമസിക്കാറില്ല. ഈ ഉമ്മുമ്മയ്ക്ക് ചെരുപ്പ് പാടില്ല. അതായത് പണ്ടത്തെ ഒരു രീതിയിൽ അവര് ജീവിച്ച ഒരു രീതി തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ആ കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന ഈ ഉമ്മുമ്മയുടെ ഒരു ജീവിതശൈലി നമ്മൾ നോക്കണം. ഇങ്ങനെയുള്ള ഉമ്മുമ്മ ഈ വീടും, അതായത് പുതിയ വീടും വസ്തുവും അടക്കം ഈ ഇളയ മകന് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 11 മക്കളുണ്ട്. ആ 11ാമത്തെ മകനാണ് തന്റെ ഈ വസ്തു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു തർക്കത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഏകദേശം 90 വയസ്സിനടുപ്പിച്ച് പ്രായമുള്ള ഒരാളാണ്. അവര് സ്വമേധയാ പറയുന്നുണ്ട് ഇത് തന്റെ ഇളയ മകനുള്ളതാണ് എന്ന്. അപ്പൊ അത് പിടിച്ചു പറിക്കുന്ന രീതിയിലേക്ക് അഫാൻ പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും അഫാൻ ഈ ഒരു കൊലപാതകം നടത്തിയത് ഈ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോ ഈ നൽകിയിട്ടുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്നൊക്കെ വ്യക്തമാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണെങ്കിൽ കൊല ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആകില്ല എന്ന് അഫാൻ അറിയാം. കാരണം 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾ. പണ്ടൊക്കെയുള്ള ആളുകൾക്ക് കേസാണ്, നിയമമാണ്, അങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും ചിലർക്കെങ്കിലും അറിയാത്തൊരു സാഹചര്യം ഉണ്ട്. ഇതെല്ലാം അറിയാം. ഷെമിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഷെമി ആശുപത്രി കിടക്കിൽ വെച്ച് തന്റെ മകന്റെ മരണവിവരം അറിയുന്നു. ഒപ്പം അതുപോലെ തന്നെ ഷെമി പറയുന്നത് ഞാനും അവന്റെ ഒപ്പം പോകും എന്നാണ് പറയുന്നത്. കാരണം അത് സത്യം എന്താണ് സംഭവിച്ചതെന്ന് ഈ റഹീമോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ പോലീസ് ഉദ്യോഗസ്ഥരോ പറയാതെ തന്നെ ഷെമിക്ക് അറിയാം. അത് മകൻ മരിച്ചു എന്നതിന്റെ അർത്ഥം ആരായിരിക്കും കൊന്നിട്ടുണ്ടാകുക എന്നത് ഷെമിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഷെമി പറയുന്നത് ഞാനും എന്റെ മകന്റെ കൂടെ പോകും, ഞാനും മരിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇനി വല്ലാതൊരു ഓപ്ഷൻ ആ അമ്മയുടെ മുന്നിലില്ല. നിരന്തരം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. റഹീം എന്ന വ്യക്തി കൂടുതൽ ഹൃദയം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ. ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷെമി ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഈ കൊച്ചു കുഞ്ഞിനെ പോലെ മീൻകറിക്ക് വേണ്ടിയും ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയും ഒക്കെ വാശി പിടിക്കുന്ന, തലകറങ്ങി അഭിനയിക്കുന്ന ഒരു അഫാനെയാണല്ലോ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ അഫാൻ നിരന്തരം ഉറങ്ങാതെ രാത്രി കിടക്കുമ്പോൾ, സെല്ലിനകത്ത് രാത്രി കിടക്കുന്നതിനെ ചൊല്ലി നിരന്തരമുള്ള ഡ്യൂട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അഫാന്റെ സെല്ലിന് മുന്നിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ ക്ഷീണം കൊണ്ട് കുഴഞ്ഞു വീണു. ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന അഫാനെയാണ് കാണാൻ സാധിച്ചതെന്നാണ് പറയുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ നാടകം ഈ ഒരു കാര്യത്തിൽ നിന്നായിരിക്കണം. ഇങ്ങനെ കുഴഞ്ഞു വീണാൽ ഒരു പക്ഷെ തനിക്ക് തെളിവെടുപ്പിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്ന് ഓർത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. ശരിക്കും അഫാന് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇപ്പം മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം അഫാന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ശാരീരികപരമായിട്ട് മദ്യം ഉപയോഗിച്ചു എന്നതല്ലാതെ മറ്റു യാതൊരു ലഹരി വസ്തുക്കളുടെയും ഒരു സാന്നിധ്യം അഫാന്റെ ശരീരത്തിൽ കാണാനില്ല. എന്നിട്ടും ഒരു സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അതൊരു സൈക്കോപാത്ത് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇനിയിപ്പം മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത് പോലീസിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുണ്ട്. കാരണം ഇതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ട് എങ്ങനെയാണ് ഈ കേസ് പൂർണ്ണമായി തെളിയിക്കുക? ഇപ്പം കൊന്നതും കൊല്ലുന്ന രീതികളും ഒക്കെ വ്യക്തമായിട്ടുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ അഫാന്റെ ഒരു ഇന്റൻഷൻ ഉണ്ടല്ലോ, അതെന്താണ് എന്നത് ഇപ്പോഴും നിഗൂഢമാണ്. ഇന്നിപ്പം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിവെടുപ്പിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അഫാൻ ഇവരെയൊക്കെ കൊല്ലാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഉപകരണം വാങ്ങിയിട്ടുള്ള കടയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അഫാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അഫാൻ പറഞ്ഞത് എന്തിനാണ് ഇരുമ്പ് കമ്പി കയ്യിൽ സൂക്ഷിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം അതാണ്, ഇരുമ്പ് കമ്പിയാണ് ആദ്യം വാങ്ങാൻ പോയത്. ചുറ്റിക എന്തുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം തന്നെ ചുറ്റികയാവുമ്പോൾ പിടിക്കാൻ ഇടമുണ്ട്, അല്ലെങ്കിൽ പിടിക്കാൻ ഒരു വശമുണ്ട്, കൊണ്ടുപോകാനും ഒരു വശമുണ്ട്. ഇരുമ്പ് കമ്പിയാകുമ്പോൾ അതിനുള്ള വശമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും സ്ട്രോങ് ആണെന്നുള്ളതാണ്. അതാണ്. ഇതൊക്കെ ശരിക്കും ഒന്നുകിൽ അഫാൻ ഇതിനൊക്കെ സഹായിക്കാൻ വേണ്ടി ആരോ എവിടെ ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നത് ഇവരുടെ വീട് എന്ന് പറയുന്നത് 2 വശത്തും
വീടുകളുണ്ട്. അതായത് ഇവിടെ നിന്ന് ഒരു ശബ്ദം ഉണ്ടാക്കിയ കേൾക്കാൻ പാകത്തിന് 2 വശത്തും വീടുകളുണ്ട്, പുറകില് വീടുകളുണ്ട്. ഈ എല്ലാ വീടുകളും ഇരുനില വീടുകളാണ്. അപ്പം ഏത് ഭാഗത്ത് നിന്ന് ശബ്ദം ഉണ്ടാക്കിയാലും പുറത്തേക്ക് കേൾക്കാം. സാധാരണഗതിയിൽ ഒരു കൊലപാതക ശ്രമം എന്നൊക്കെ പറയുമ്പോൾ വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അഫാൻ ഉപയോഗിച്ച ഈ ഒരു രീതി എന്ന് പറയുന്നത്, ആ കൊലപാതകം എന്ന് പറയുന്നത് ഒരൊറ്റ അടിക്ക് സൈലന്റ് ആണ്, പിന്നെ ഒന്നുമില്ല, കരയാൻ പോലും ശേഷിയില്ലാത്ത രീതിയിലേക്ക് എത്തിക്കുന്ന ഈ ഒരു കൊലപാതക രീതി, അത് അഫാൻ പഠിച്ചത് എവിടുന്നാണ് എന്നത് കണ്ടെത്തണം. ഇപ്പോഴും ആ ഒരു ചോദ്യം തന്നെയാണ് പലരിലും, പോലീസിനെ ഉൾപ്പെടെ കുഴയ്ക്കുന്നത് ആ ഒരു ചോദ്യമാണ്. അഫാൻ ഇങ്ങനെ ഒരു കൊലപാതക ശ്രമം തീരുമാനിക്കുന്നു, ഇങ്ങനെ കൊല്ലാമെന്ന് തീരുമാനിക്കുന്നു, പക്ഷെ ഈ ഒരു രീതി എവിടുന്ന് കിട്ടി എന്നത് ചോദ്യം തന്നെയാണ്. ഇപ്പോഴും അത് നിഗൂഢമായി തുടരുന്നു. ഇനി അഫാൻ അത് പറയുമെന്ന കാര്യത്തില് എന്തായാലും സാധ്യതയില്ല. കാരണം അഫാന്റെ ഈ ഒരു രീതി, ഇപ്പം പോലീസുകാരൻ തളർന്നു വീഴുമ്പോ ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ഉമ്മയെ കൊന്നത് എങ്ങനെയാണെന്ന് സിനിമ കണ്ട ലാഘവത്തോടെ പറയുന്ന ഒരു മനുഷ്യൻ, ഇനി ഇതൊക്കെ എങ്ങനെ പറയും, അല്ലെങ്കിൽ ആരെങ്കിലും ഭയന്നിട്ടാണോ ആ കാര്യങ്ങളൊന്നും പറയാത്തത് എന്നത് മാത്രമല്ല, അഫാന്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നും ആലോചിച്ച് അഫാൻ എടുത്ത രീതി തന്നെയാണ് ഈ മോഡസ് ഓപ്പറാറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും കാരണം മൊബൈൽ ഹിസ്റ്ററിയിലൊന്നും ആത്മഹത്യയെ കുറിച്ചോ അല്ലെങ്കിൽ കൊലപാതകങ്ങളെ കുറിച്ചോ സെർച്ച് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകളും കണ്ടിട്ടില്ല, സിനിമകളിൽ നിന്ന് പ്രേരിതമായിട്ടില്ല, സ്വന്തം ബുദ്ധിയിൽ തോന്നി ചെയ്ത കാര്യങ്ങളാണ്. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. സാധാരണ ഒരു കേസ് പോലെ തെളിവെടുപ്പ്, പിന്നെ നടപടി, അങ്ങനെ ഒതുങ്ങിത്തീരാതെ ഇതിലൊരു വ്യക്തമായ നിയമ നടപടി തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇത് പലരിലും ഇത് ചിന്തിപ്പിക്കാനും അത്തരം ഈ ഒരു വാർത്ത മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും കൈകളിൽ ആയുധം എടുക്കാനുള്ള ദിവസങ്ങൾ വൈകൂല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അമ്മ ഷെമി ആശുപത്രി കിടക്കയിലാണ്. ആരോഗ്യനില വഷളാകുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേഷനുകൾ ഉണ്ടാകും. അതുവരെയ്ക്കും നമസ്കാരം.